പത്മവിഭൂഷൺ ബഹുമതി പ്രഖ്യാപിച്ചപ്പോൾ അരുൺ ഒരു കുടുംബാംഗം മകൻ എന്ന നിലയിൽ അത് സ്വാഗതം ചെയ്തു, സന്തോഷം പ്രകടിപ്പിച്ചു. പക്ഷേ അതിനുശേഷം പാർട്ടി വിരുദ്ധമായ ഒരു നിലപാടാണ് എടുത്തത്. അങ്ങനെ ഒരു മാറ്റം, ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചതാണോ അരുൺ? അച്ഛന് കിട്ടുന്ന അംഗീകാരങ്ങൾ, അവാർഡുകളെല്ലാം തന്നെ കുടുംബത്തിന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ പറയുകയും ചെയ്തിരുന്നു. പാർട്ടിയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ മാഷുമൊക്കെ തന്നെ കാര്യമായി ഞങ്ങളുടെ ആ സന്തോഷത്തിനോടൊപ്പം ചേരുകയാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇതുപോലൊരു രാഷ്ട്രത്തിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും സന്തോഷം തരുന്നത് തന്നെയാണ്. അപ്പോൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് നമുക്കത് തീർച്ചയായും കുടുംബം ഒന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട വിഷയമായിരുന്നു. സാധാരണ ഈ ബഹുമതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അർഹനായ ആളോട് അവർ അക്കാര്യം പറയുകയും ഒരു സമ്മതം വാങ്ങുകയും ചെയ്യുക എന്നൊരു രീതിയുണ്ട്. ഒരുപക്ഷെ VS ജീവിച്ചിരിക്കില്ലാത്തത് കൊണ്ട് അത് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ അരുൺ ഈ വാർത്തയിൽ നിന്നാണ് അറിയുന്നത്. ഞാൻ സൺഡേ ആയിരുന്നു ആ ദിവസം. സൺഡേ അച്ഛൻ്റെ ഇതിന് ശേഷം എപ്പോഴും നിറയെ ആളുകളാണ് ആലപ്പുഴ വീട്ടിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും പറ്റുമ്പോഴൊക്കെ തന്നെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്, ആൾക്കാരെ കാണാറുണ്ട്. അപ്പോൾ അന്ന് തിരിച്ചങ്ങ് പോരുമ്പോഴാണ്, അന്ന് ഇത്തിരി നേരത്തെ ഞാൻ പോകുന്നത്. എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു ഓഫീസ് സംബന്ധമായ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ 6 മണിക്ക് 6:15 ആ സമയത്താണ് ഞാൻ ഇന്ന് കേൾക്കുന്നത്. അതുവരെ ആരും പറഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞും പറഞ്ഞില്ല. ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയത് തന്നെ കഴിഞ്ഞ ദിവസമാണ്. അതുപോലെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് VS ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വീകരിക്കില്ലായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരു ആംഗിളിൽ എപ്പോഴെങ്കിലും അരുൺ ആലോചിച്ചോ ഇത് കേട്ടപ്പോൾ? അല്ല, അവാർഡ് അനൗൺസ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എപ്പോഴും അംഗീകാരങ്ങൾ ആദ്യം നമുക്കുണ്ടാകുന്ന വികാരം സന്തോഷം തന്നെയാണ്. അച്ഛൻ്റെ ഒരു ജീവിതത്തെ പറ്റിയാണ് ബേബി സാർ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛന് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, പുന്നപ്ര വയലാർ സമര നായകനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്നും പെൻഷൻ അടക്കമുള്ള ബെനിഫിറ്റ്സ് ഒന്നും അച്ഛൻ വാങ്ങിയിട്ടില്ല. പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് താമ്രപത്രം അങ്ങനെ എന്തോ കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, അത് അച്ഛൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കുട്ടനാട്ടിൽ 5 ഏക്കർ സ്ഥലം ഇതുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അത് അച്ഛൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഈ തിരുവനന്തപുരത്ത് ഏതോ ഒരു സ്കീമിൽ ഭവന നിർമ്മാണത്തിന് വേണ്ടിയുള്ള സ്ഥലമോ അങ്ങനെ എന്തൊക്കെയോ നേരത്തെ പണ്ട് പട്ടത്ത് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇതുപോലുള്ള ഒരു കാര്യവും അച്ഛൻ വാങ്ങിയിട്ടുള്ള ആളല്ല. അപ്പോൾ അച്ഛൻ്റെ ജീവിതം ജോണിക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ജീവിച്ച ആളാണ് എന്നുള്ളതാണ് വ്യവസായ ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ മറ്റൊന്നും കൊണ്ടുണ്ട്. EMS-ഉം ജ്യോതി ബസുവും ബുദ്ധദേവും സിവിലിയൻ ബഹുമതികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അത് വെച്ചുകൂടിയാണ് ബേബി അത് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അടുപ്പം VS-നോടുള്ള മകന് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അന്നേരം ചിന്തിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടോ? അല്ല, ഞാൻ സൂചിപ്പിച്ചത് അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം അർഹനായി അല്ലെങ്കിൽ ഈ ഒരു വാർത്തയാണ്. ആ വാർത്ത നമുക്ക് സന്തോഷം തന്നു, സ്വാഭാവികമായ ഒരു പ്രതികരണമായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ വാങ്ങുന്നത് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് കുടുംബമായി ഒന്ന് ആലോചിച്ച് മാത്രമല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ജനങ്ങളുടെ അംഗീകാരങ്ങളിലും സ്നേഹത്തിലും വളർന്ന ഒരു നേതാവിന് രാജ്യം നൽകുന്ന ഒരു ബഹുമതി എന്ന നിലയിലുണ്ടായ സന്തോഷമാണ് പറഞ്ഞത്. അപ്പോൾ അത് പ്രഖ്യാപിക്കുന്നതും അത് വാങ്ങുന്നതും രണ്ടായിട്ടാണ് അരുൺ കണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബം ഇപ്പോൾ അത് വാങ്ങണ്ട എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. ആദ്യം ഈ ബഹുമതിയിൽ അരുണിനുണ്ടായ സന്തോഷം ഇപ്പോൾ ഈ പാർട്ടിയുടെ നിലപാട് കൊണ്ട് ഇല്ലാതായോ? അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ഞാൻ സൂചിപ്പിച്ചല്ലോ. അച്ഛൻ ഇതുപോലുള്ള ഒരു അവാർഡോ അംഗീകാരമോ ഒന്നും വാങ്ങിയിരുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബമായി ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് വാങ്ങേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയത്. അതിൽ പാർട്ടിയുടെ എന്തെങ്കിലും സമ്മർദ്ദമുണ്ട് എന്ന് സമ്മതിക്കുമോ? അല്ല, പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹത്തിന് സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ കുടുംബത്തിൻ്റെ സന്തോഷത്തോടൊപ്പം ചേരുന്നു എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. അതിനുശേഷമാണല്ലോ ജനറൽ സെക്രട്ടറി തന്നെ അത് തിരുത്തിയത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ ഓരോരുത്തരുടെയും ജീവിതം ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് പറഞ്ഞങ്ങ് പോയി, അതും ശ്രദ്ധിച്ചിരുന്നു. എന്നിരുന്നാലും കുടുംബത്തിൻ്റെ ഒരു തീരുമാനം ഇപ്പോൾ അത് വാങ്ങണ്ട എന്നുള്ളത് തന്നെയാണ്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് എന്തായാലും പത്മവിഭൂഷൺ ബഹുമതി കൊടുക്കാൻ
കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കില്ല എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ വി എസ് എന്ന ജനനായകനാണ്, ആ പോരാട്ട വീര്യമുള്ള സേനാനിക്കാണ് ആ പുരസ്കാരം അല്ലെങ്കിൽ ബഹുമതി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അതിനെ കാണാൻ കഴിയേണ്ടതല്ലേ? എന്താണ് അരുണിൻ്റെ അഭിപ്രായം? ഞാൻ മകൻ എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ പോരാട്ടങ്ങൾ, അത് സ്വാതന്ത്ര്യ സമരം, പിന്നെ പുറവിലാൽ സമരം, അത് കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം തന്നെ അച്ഛൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അച്ഛൻ അതിനു വേണ്ടി, ഒരു പോരാട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇതൊക്കെയാണ് അച്ഛൻ്റെ ജീവിതമായി ഞാൻ കണ്ടത്, നമ്മളെല്ലാം കണ്ടത്. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായ്വ്, ഇപ്പോൾ അച്ഛൻ്റെ ഇപ്പോൾ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവിടെ വീട്ടിൽ വരുന്നവർ, അവരുടെയൊക്കെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു രാഷ്ട്രീയത്തിലേക്കാൾ ഉപരി കുടുംബത്തിന് ഇപ്പോൾ എടുത്തൊരു തീരുമാനം ഈ ഒരു വിഷയത്തിൽ എങ്ങനെ മാത്രമേ BJP സർക്കാരിന് ഇതിലൊരു അജണ്ട ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഉണ്ടാവാം. അത്തരം ചിന്തകളൊന്നും അരുൺ അന്നേരം ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അച്ഛനൊരു വലിയ ബഹുമതി കിട്ടുന്നു, അതിൻ്റെ ഒരു സന്തോഷം അത്ര മാത്രമേ ഉണ്ടായുള്ളൂ. ആ സന്തോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവാർഡുകളെല്ലാം, അംഗീകാരങ്ങളെല്ലാം തന്നെ കുടുംബത്തിന് സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇപ്പോൾ എന്തായാലും അത് വാങ്ങേണ്ടതില്ല എന്നുള്ളത് കുടുംബം എല്ലാവരും കൂടെ ചേർന്നെടുത്തൊരു തീരുമാനം, അമ്മയും ഒക്കെ തന്നെ ആ ഒരു അഭിപ്രായത്തിൽ ആണെന്ന്. ഏത് പ്രസ്ഥാനമാണെങ്കിലും വളരുന്നത് ആ പ്രസ്ഥാനത്തിന് അപ്പുറത്തു നിന്നും ആളുകൾ ഇഷ്ടപ്പെടുമ്പോഴും അംഗീകരിക്കുമ്പോഴും ഒക്കെയാണ്. അത്തരം ആളുകളിലൂടെയാണ് വളരുന്നത്. ഇപ്പം വി എസ് അതുപോലെ ഒരു ജനനായകനായിരുന്നു. പക്ഷേ വി എസിന് കിട്ടുന്ന ഒരു അംഗീകാരം, അല്ലെങ്കിൽ ശൈലജ ടീച്ചറിന് കിട്ടിയ മാക്സസെ അംഗീകാരം, അതൊക്കെ ആ തരത്തിൽ തന്നെ കാണുന്നതിൽ ഒരു തെറ്റുണ്ടോ? എന്താണ് അരുണിന് തോന്നുന്നത്? അതൊരു രാഷ്ട്രീയ ചോദ്യമല്ലേ, അതിന് ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല.